നമസ്കാരം. സകലമാന കേരളം തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കണ്ണൂർ പാനൂരിൽ കാട്ടുപന്നി ആക്രമണം, വയോധികയ്ക്ക് ഗുരുതര പരുക്ക്. മൂന്നാറിൽ വീണ്ടും പടയപ്പ് ഇറങ്ങി, വഴിയോര കടകൾ തകർത്തു. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും അപകടം. ചുരം 4-ാം വളവിൽ പിക്കപ്പ് മറിഞ്ഞു, പരുക്കേറ്റ 2 പേർ ചികിത്സയിൽ. ചുട്ടുപൊള്ളി നാട്, കണ്ണൂരിലെ വഴിയോരം കീഴടക്കി പനം നൊങ്ക് കച്ചവടക്കാർ. നൊങ്കിന് ആവശ്യക്കാരേറെ. കടുത്ത വേനലിൽ ഇടുക്കിയിലെ ഏലം പരിപാലനം താളം തെറ്റുന്നു. ചെടികൾക്ക് വെള്ളം എത്തിക്കാനാകുന്നില്ല, വലിയ സാമ്പത്തിക ബാധ്യതയെന്ന് കർഷകർ. സകലമാന കേരളത്തിലേക്ക് വിശദമായി നോക്കാം. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും അപകടം. കർണാടകയിൽ നിന്നും ലോഡുമായി വന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ചുരം 4-ാം വളവിൽ നിന്നും 2-ാം വളവിലേക്ക് 20 മീറ്റർ താഴ്ചയിലേക്കാണ് വാഹനം വീണത്. പരുക്കേറ്റ 2 കർണാടക സ്വദേശികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 1:30യോടെയായിരുന്നു അപകടമുണ്ടായത്. കണ്ണൂർ പാനൂരിൽ വയോധികയ്ക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതര പരുക്ക്. തെക്കുമുറി സ്വദേശി മന്നിക്കാണ് ഗുരുതരമായി പരുക്കേറ്റത്. വീട്ടുവളപ്പിൽ കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണമുണ്ടായത്. പരുക്കേറ്റ വയോധികയെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരുക്ക് ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പ് ഇറങ്ങി. മാട്ടുപ്പെട്ടി എസ്റ്റേറ്റ് നെറ്റിമേട് ഡിവിഷനിലാണ് ആന ഇറങ്ങിയത്. ക്ഷേത്രത്തിന് സമീപമെത്തിയ പടയപ്പ അല്പനേരം അവിടെ നിലയുറപ്പിച്ച ശേഷം കാട്ടിലേക്ക് മടങ്ങി. മാട്ടുപ്പെട്ടിയിൽ റോഡരികിലെ 2 വഴിയോര കടകൾ ആക്രമിച്ച ശേഷമാണ് പടയപ്പ നെറ്റിമേട്ടിൽ എത്തിയത്. RRT സംഘം പടയപ്പയെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും വനാതിർത്തികളിലൂടെ സഞ്ചരിച്ച് വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാകുകയാണ്. ആളെക്കൊന്നതാ ഇടുക്കി ചിന്നക്കനാലിലെ ആനയെ തുരത്താൻ നിയോഗിച്ച RRT യൂണിറ്റിന് ഉപകരണങ്ങൾ ഒന്നുമില്ലെന്ന് പരാതി. ആനയെ തുരത്താൻ സ്പെഷ്യൽ യൂണിറ്റിനായി പടക്കം എത്തിച്ചു നൽകിയത് കർഷകനാണ്. ചിന്നക്കനാലിലെ കാട്ടാനകളെ തുരത്താൻ കഴിഞ്ഞ ദിവസം മുതലാണ് സ്പെഷ്യൽ RRT യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയത്. 24 മണിക്കൂറും ഇവരുടെ സേവനം മേഖലയിൽ ലഭ്യമാക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനയെ കാട്ടിലേക്ക് കയറ്റിവിടാൻ സംവിധാനങ്ങളൊന്നും ഇവരുടെ പക്കലില്ല. ഇതോടെയാണ് പ്രദേശവാസിയായ കർഷകൻ സെമ്പകരാജ് സഹായവുമായി എത്തിയത്. തമിഴ്നാട്ടിലെ ശിവകാശിയിൽ നിന്നും 15,000 രൂപയുടെ പടക്കങ്ങൾ യൂണിറ്റിന് എത്തിച്ചു നൽകി. 24 മണിക്കൂറും ഞാൻ ഇവിടെ ഒരു 19 ആനകളാണ് ഈ ലാൻഡ്സ്കേപ്പിലുള്ളത്. ചക്കക്കൊമ്പൻ ഉൾപ്പെടെയുള്ള ചക്കക്കൊമ്പൻ മുരുകാലൻ ഉൾപ്പെടെയുള്ള 19 ആനകൾ 3-4 ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്. പരിമിതികളുണ്ട്. ഒരേ സമയത്ത് 4 ഗ്രൂപ്പ് 4 സ്ഥലങ്ങളിലായിരിക്കും. എങ്കിലും ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും ആനകൾ ഒരുമിച്ച് താമസിക്കുന്ന, നാട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതാണ്. സ്ഥലത്തുനിന്ന് ഇറങ്ങി വന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്നതല്ല. ഇവർ വർഷങ്ങളായിട്ട് മനുഷ്യരും ഈ ആനകൾ ഒരുമിച്ച് താമസിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് 4 ഗ്രൂപ്പായിട്ട്. അപ്പം പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും എന്നല്ല. അപ്പം എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ ഇടപെട്ട് അതുമൂലമുള്ള പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്. ഇതിനു മുമ്പേ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളപ്പോൾ മാത്രമാണ് RRT ടീം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ നമ്മളൊരു ഓഫീസ് തുറന്ന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ടീമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട്. അതുകൊണ്ട് ഏത് നിമിഷവും ഈ പഞ്ചായത്തിലെ ഏത് ഭാഗത്ത് വിളിച്ചാലും അവരെത്തുന്ന രീതിയിൽ ആണ് അവർ സജ്ജമായി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളാണെങ്കിലും ജനങ്ങൾ ഇനി എല്ലാവരും കൂടി ഇവരുടെ വാട്സാപ്പിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരെ വിവരങ്ങൾ അറിയിക്കുകയും അവരോട് സഹകരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ ഈ ആനശല്യത്തിൽ നിന്ന് നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു RRT ടീം വന്ന് ഇവിടെ നിലകൊണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്.
തൃശൂർ മൂർക്കനാട് നടന്ന സംഘർഷത്തിൽ കുത്തേറ്റ രണ്ടാമത്തെയാളും മരിച്ചു. ആനന്ദപുരം സ്വദേശി സന്തോഷാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ സന്തോഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ആക്രമണം നടന്ന ബുധനാഴ്ച അക്ഷയ് എന്ന യുവാവും കൊല്ലപ്പെട്ടിരുന്നു. കൊലപാതകത്തിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് കൃഷ്ണപുരത്ത് വീടിന് മിന്നലേറ്റു. 2ാം വാർഡിൽ താമസിക്കുന്ന വത്സ മത്തായിയുടെ വീടിനാണ് മിന്നലേറ്റത്. വീടിന്റെ അടുക്കള, വരാന്ത, ശുചിമുറി എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളും ഇടിമിന്നലിൽ തകർന്നു. മിന്നലേറ്റ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. പാലക്കാട് തൃത്താലയിൽ നവീകരണം പൂർത്തിയായ പാലത്തറ 5 മൂല റോഡ് ഗതാഗതത്തിനായി തുറന്നു. കോടതി നടപടികളിലേക്ക് വരെ എത്തിയ ശേഷമാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. ഇതോടെ ജനങ്ങളുടെ വർഷങ്ങൾ നീണ്ട യാത്രാ ദുരിതത്തിനും പരിഹാരമാകുകയാണ്. 2 കിലോമീറ്ററോളം വരുന്ന പാതയിൽ 3 കോടിയോളം രൂപ ചെലവഴിച്ചാണ് നവീകരണം നടത്തിയത്. ചുട്ടുപൊള്ളുന്ന വേനലിൽ ആശ്വാസം പകർന്ന് പനം നൊങ്ക്. കൃത്രിമത്വങ്ങളൊന്നുമില്ലാതെ പ്രകൃതിദത്ത വിഭവമായതുകൊണ്ട് തന്നെ നൊങ്കിന് ആവശ്യക്കാരും ഏറെയാണ്. പാതയോരങ്ങളിലെല്ലാം ഇപ്പോൾ നൊങ്കിന്റെ വിൽപ്പന പൊടിപൊടിക്കുകയാണ്. പാലക്കാടിന്റെ സ്വന്തം പനംനൊങ്ക് കണ്ണൂരിലെ മലയോര മേഖലയിലും ഇപ്പോൾ താരമാണ്. ജലാംശമേറെ അടങ്ങിയിരിക്കുന്നതിനാൽ വേനൽക്കാലത്ത് കഴിക്കാവുന്ന ഏറ്റവും നല്ല പഴവർഗ്ഗം. പാതയോരങ്ങളിലെല്ലാം പനംനൊങ്ക് വിൽപ്പന സജീവമാണ്. ആരോഗ്യത്തിന് ഗുണകരമാകുന്ന മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ടിതിൽ. പാലക്കാടിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നാണ് പ്രധാനമായും പനംനൊങ്ക് ഇവിടേക്കെത്തുന്നത്. ഇത് പാലക്കാടിൽ നിന്ന് വരുന്ന സാധനം. നമ്മ 7 ആൾക്കാരുണ്ട്, ഒരു സ്ഥലത്തുണ്ടാവും. നല്ല തണുപ്പ്, ശരീരത്തിന് നല്ലത്. ഒരു കായ് 40 രൂപ. അതേസമയം കരിമ്പനകളുടെ കുറവും മഴക്കുറവും ഇക്കുറി നൊങ്കുകളുടെ ലഭ്യത കുറച്ചിട്ടുണ്ട്. ന്യൂസ് 18 ആലക്കോട്. വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ ഏലം പരിപാലനം താളം തെറ്റുന്നുണ്ട്. വെള്ളത്തിന്റെ കുറവ് മൂലം ഏലത്തിന് നനവെത്തിക്കാനും കർഷകർക്ക് സാധിക്കുന്നില്ല. ശക്തമായ വേനൽ ചൂടിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയതോടെ കർഷകർ കടുത്ത പ്രയാസത്തിലാണ്. വേനൽ കടുത്തതോടെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ്. ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏലം മേഖലയിലാണ്. ഏലച്ചെടികൾക്ക് 30% തണലും തണുപ്പും എപ്പോഴും ആവശ്യമാണ്. എന്നാൽ വേനൽ ചൂടിന്റെ കാഠിന്യമേറി നീരുറവകളടക്കം വറ്റിവരണ്ട് ജലലഭ്യതയില്ലാതായതോടെ ഏലച്ചെടികളുടെ പരിപാലനവും പ്രതിസന്ധിയിലായി. ചെടികൾ കരിഞ്ഞുണങ്ങി തുടങ്ങിയതോടെ പച്ച നെറ്റുകൾ വില കൊടുത്തു വാങ്ങി കർഷകർ കൃഷിയിടത്തിൽ വലിച്ചുകെട്ടി തണൽ തീർക്കുകയാണ്. ഇതിനാകട്ടെ വൻ തുകയാണ് മുടക്കേണ്ടി വരുന്നത്. നിലവിൽ ഏലക്കായ്ക്ക് വില ഉയർന്നു തുടങ്ങിയതോടെ വരും വർഷത്തിലെങ്കിലും മികച്ച വിള ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഏലം കൃഷി നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വേനൽ അതിരൂക്ഷമായതുകൊണ്ട് ഏലം സംരക്ഷിക്കുന്നത് ഗ്രീൻ നെറ്റൊക്കെ വലിച്ചു കെട്ടി സംരക്ഷിക്കുന്ന. മഴ ഇടയ്ക്ക് പെയ്തില്ലെങ്കിൽ ഏലം കൃഷി പൂർണ്ണമായും നശിക്കും. ഗ്രീൻ നെറ്റ് വാങ്ങി മൊത്തം കെട്ടത് സാധിക്കുന്ന ഒരു കേസല്ല. അപ്പോൾ അതൊരു സ്പൈസസ് ബോർഡ് എന്തെങ്കിലും ഒരു സഹായമൊക്കെ ചെയ്യുന്നത് കർഷകർക്ക് ആശ്വാസമാവും. നനവെത്തിക്കാൻ കഴിയാത്തതിനാൽ വളപ്രയോഗവും പരിപാലനവും നിലച്ചു. ഇതോടെ വിവിധ രോഗങ്ങളും ഏലച്ചെടികളിൽ വ്യാപകമാകുന്നുണ്ട്. കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏലം കൃഷിയെ നിലനിർത്താൻ വേണ്ട ഒരുവിധ സഹായവും നൽകുന്നില്ലെന്ന പരാതിയും ഇവർക്കുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം തുടങ്ങി. ദുബായ് ആസ്ഥാനമായ BBM സ്പോർട്സ് ലാൻഡാണ് പ്രവൃത്തി നടത്തുന്നത്. ഫുട്ബോൾ ടർഫ് കൂടാതെ സ്വിമ്മിംഗ് പൂൾ, കിഡ്സ് പൂൾ, സിന്തറ്റിക് ട്രാക്ക്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ടെന്നീസ്, ബാഡ്മിന്റൺ തുടങ്ങിയവയ്ക്കുള്ള കോർട്ടുകളാണ് നിർമ്മിക്കുന്നത്. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിൽ ജീവനക്കാരില്ലാത്തത് പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയാണ്. ഡയാലിസിസ് യൂണിറ്റിൽ താൽക്കാലിക ജീവനക്കാരുടെ സേവനമാണ് ലഭിച്ചിരുന്നത്. 4 ഷിഫ്റ്റുകളിലായിട്ടായിരുന്നു പ്രവർത്തനം. ഒരു ഷിഫ്റ്റിൽ 14 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഒരു ദിവസം 56 പേർക്കാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ 3 ഷിഫ്റ്റ് മാത്രമാണുള്ളത്. അതിനാൽ 42 രോഗികൾക്ക് മാത്രമാണ് ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുന്നത്. മറ്റുള്ള രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയാണ്. താൽക്കാലിക ജീവനക്കാരിൽ ചിലർ ജോലി നിർത്തിപ്പോയതും
പ്രതിസന്ധിയായി. എന്നാൽ പകരം ജീവനക്കാരെ ഇതുവരെ നിയോഗിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഒഴിവുകൾ നികത്താൻ ഇന്റർവ്യൂ നടത്തി ലിസ്റ്റ് തയ്യാറാക്കിയെങ്കിലും അതിൽ നിന്ന് പകരം ജീവനക്കാരെ നിയമിച്ചിട്ടില്ല. നഗരസഭ മുൻകൈയെടുത്താണ് ഡയാലിസിസ് യൂണിറ്റ് കാര്യക്ഷമമാക്കിയത്. യൂണിറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി വേണമെന്ന് UDF ആവശ്യപ്പെട്ടു. ഒരു ഷിഫ്റ്റിൽ 14 ആളുകൾക്കാണ് അവിടെ ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനമുള്ളത്. അങ്ങനെ 4 ഷിഫ്റ്റിനായിട്ട് 56 ആളുകൾക്ക് ഒരു ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നഗരസഭ ഇതിനു വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് മരുന്നിനും മറ്റ് സംവിധാനങ്ങൾക്കും വേണ്ടി നഗരസഭയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന 4 ടെക്നീഷ്യന്മാർ അവർ ജോലി മതിയാക്കി പോയതിനാൽ ഒരു സ്ലോട്ട് അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 14 ആളുകൾക്ക് അവിടെ ഡയാലിസിസിന് വിധേയരാകാൻ കഴിയുന്നില്ല. ഒരുപാട് ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, വളരെ മുൻപ് തന്നെ ഇൻ്റർവ്യൂ നടത്തി ആളുകളെ എടുക്കാൻ തീരുമാനിച്ച് ഇൻ്റർവ്യൂ നടത്തിയെങ്കിൽ ചെയർപേഴ്സണും ഗവൺമെൻറ് ആശുപത്രിയിലെ സൂപ്രണ്ടും തമ്മിലുള്ള ശീതസമരം കാരണം ആ ലിസ്റ്റ് ഇന്നും പ്രകാശം കാണാതെ നിൽക്കുകയാണ്. കൊല്ലം കൊട്ടാരക്കര പുത്തൂർ കണിയാപൊയ്കയിൽ ക്ഷേത്രത്തിൽ ഊരുവലത്ത് ചടങ്ങ് നടന്നു. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന ചടങ്ങാണ് ഊരുവലത്ത്. താലപ്പൊലിയും മുത്തുകുടകളുമായി എഴുന്നള്ളത്തിന് അകമ്പടി സേവിച്ചു. മീനഭരണി ഉത്സവത്തിന് മുന്നോടിയായാണ് ഊരുവലത്തും പാട്ടും ഗുരുതിയും നടക്കുന്നത്. പുലർച്ചെ 5:30 ഭഗവതി ക്ഷേത്രത്തിൽ പ്രവേശിച്ചതോടെ ഊരുവലത്തിന് സമാപനമായി. മതസൗഹാർദ്ദം വിളിച്ചോതി കാസർഗോഡ് മാണിക്കോത്ത് കട്ടീൽ വളപ്പിൽ തറവാട്ടിൽ ഇഫ്താർ സംഗമം നടന്നു. സമീപ പ്രദേശങ്ങളിലെ ജമാഅത്തുകളിൽ നിന്നും അമ്പല കമ്മിറ്റികളിൽ നിന്നുമായി നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. തെയ്യംകെട്ടിന് മുന്നോടിയായാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. വ്രതമാസത്തിൽ തെയ്യംകെട്ട് നടക്കുന്നതിനാൽ ഇഫ്താർ സംഗമം നടത്താൻ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ-പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ പുരോഗമിക്കുന്നു. 4 ദിവസങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ, വോട്ടർമാർ ഹാജരാക്കേണ്ട രേഖകൾ, അവയുടെ പരിശോധന, തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത തുടങ്ങിയ കാര്യങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. ജില്ലാ മാസ്റ്റർ ട്രെയിനേഴ്സ് ആയ VP സെയ്ദ് മുഹമ്മദ്, K രഞ്ജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി V മുരളീധരൻ തയ്യാറാക്കിയ ആറ്റിങ്ങലിന്റെ കരട് വികസന രേഖയുടെ പ്രകാശനം നടന്നു. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ നിർവഹിച്ചു. ആറ്റിങ്ങലിന്റെ പുരോഗതി മോദിയുടെ ഗ്യാരണ്ടി എന്ന തലക്കെട്ടിൽ തയ്യാറാക്കിയ വികസന രേഖയുടെ കരടാണ് പ്രകാശനം ചെയ്തത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 13 ഇടങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ചാണ് കരട് തയ്യാറാക്കിയത്. കൂടുതൽ പൊതുജനാഭിപ്രായം ഉൾപ്പെടുത്തി അന്തിമരേഖ പ്രസിദ്ധീകരിക്കും. ഫണ്ടില്ലായ്മ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തെ ബാധിക്കില്ലെന്ന് VT ബൽറാം. തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും UDF മുന്നേറ്റം ഉണ്ടാകുമെന്നും VT ബൽറാം ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ നമുക്കൊരു അതിഥിയുണ്ട്, VT ബൽറാമാണ്. VT ബൽറാം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് പ്രചാരണമൊക്കെ മുന്നോട്ട് പോകുന്നത്? പ്രചരണത്തിന്റെ ഒരു 2ാം ഘട്ടത്തിലേക്ക് എല്ലായിടത്തും കടന്നിരിക്കുകയാണ്. ഞങ്ങൾ സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങി. അഭ്യർത്ഥന സഹിതമുള്ള സ്ക്വാഡുകൾ വീടുകൾ എല്ലാവരും കയറി ഇറങ്ങി സ്ക്വാഡ് പ്രവർത്തനം നടന്നു മുന്നോട്ട് പോവുകയാണ്. ഇനി ഇപ്പോൾ ഒരു വിഷു വരെ 1-2 റൗണ്ട് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും.
അതിനുശേഷം പൊതുസമ്മേളനങ്ങളും മറ്റ് സ്ഥാനാർത്ഥി പര്യടന പരിപാടികളും ഒക്കെ ആയിട്ട് അവസാനഘട്ട പ്രചരണ പരിപാടികളിലേക്ക് കടക്കും. ഏതായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തവണ കേരളത്തിൽ 20-20 നേടാൻ സാധിക്കുമെന്നുള്ള നല്ല നിലയിലുള്ള ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയാണ് UDF മുന്നോട്ട് പോകുന്നത്. വീട്ടിൽ ഇപ്പോൾ പാലക്കാട് മാത്രമാണ് നോക്കുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയിരുന്നോ? ഉണ്ട്, ഞാൻ എല്ലായിടത്തും പോയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മണ്ഡലമായ തൃത്താലയുടെ ഭാഗമായിട്ടുള്ള പൊന്നാനിയിലെ പ്രചരണങ്ങളിലുണ്ടായിരുന്നു, മലപ്പുറത്തുണ്ടായിരുന്നു, വടകരയിലുണ്ടായിരുന്നു, കോഴിക്കോടുണ്ടായിരുന്നു. നാളെ ഇടുക്കിയുടെയും എറണാകുളത്തിൻ്റെയും ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് പോവാണ്. തിരുവനന്തപുരത്ത് പോയിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് KPC വൈസ് പ്രസിഡന്റ് എന്നുള്ളതിലേക്ക് അങ്ങനെ കേരളത്തിലുടനീളം പോകേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ അതോടൊപ്പം ആലത്തൂരിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധയുണ്ടാവും. ഈ വടകരയിൽ എന്താണ് സാധ്യത? എങ്ങനെ പൊതുവെ ഷാഫിക്ക് അനുകൂലമായ ഒരു തരംഗം എന്നൊക്കെ കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ അങ്ങനെ കാണുന്നതാണല്ലോ, നിങ്ങൾ കാണുന്നതാണല്ലോ. ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ പ്രഖ്യാപിക്കപ്പെട്ട നിമിഷം തൊട്ട് വടകരയിൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അവിടെ വന്നിറങ്ങിയ സമയത്തുണ്ടായ ഒരു ആരവം നിങ്ങൾ കണ്ടതാണ്. ആ ഒരു സ്പിരിറ്റും ആ ഒരു എന്തൂസിയാസവും ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നു എന്ന് മാത്രമല്ല, അത് നാൾക്കുനാൾ കൂടി വരുന്നു എന്നുള്ളതാണ് വടകരയിലെ കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എല്ലാ വിഭാഗം ജനങ്ങളും, അത് ചെറുപ്പക്കാരാവട്ടെ, സ്ത്രീകളാവട്ടെ, സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളാവട്ടെ, അവരുടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു അഭൂതപൂർവമായിട്ടുള്ള പിന്തുണ ഷാഫിക്ക് അവിടെ നേടാൻ സാധിക്കുന്നുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ സാധിക്കും. ഈ തൃശ്ശൂർ അതുപോലെ തന്നെ ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്നതാണ്. അവിടെ മുരളീധരനും VS സുനിൽകുമാറും സുരേഷ് ഗോപിയും. അവിടെ എങ്ങനെയാണ്, എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? തൃശ്ശൂർ ത്രികോണ മത്സരം എന്നുള്ള അവസ്ഥയിൽ നിന്നൊക്കെ കാര്യങ്ങൾ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ് ഗോപിയൊക്കെ ഒരുപാട് പുറകോട്ട് പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ മത്സരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ശ്രീ കെ മുരളീധരന് വിജയിക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും രണ്ടാം സ്ഥാനത്ത് LDFന്റെ കാൻഡിഡേറ്റ് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാമ്പത്തിക പ്രശ്നം നന്നായിട്ട് UDFനുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിന്. ഫണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെടുന്നു. യഥാസമയം ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ടൊന്നും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇത് എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക? അല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നോടിയായി ഈ നിലയിലുള്ള വേട്ടയാടൽ സമീപനങ്ങൾ രാജ്യത്തെ പ്രതിപക്ഷത്തിന് നേർക്ക് ഭരണകൂടം അഴിച്ചുവിടുന്നത്. അതിൽ കോൺഗ്രസിന് നേരെ അവർ ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുഴുവൻ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന്റെ പുറമെ 1800ഓളം കോടി രൂപ കോൺഗ്രസ് ഇൻകം ടാക്സിന് അടിയന്തരമായിട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞ നോട്ടീസാണ് കോൺഗ്രസിന് സെർവ് ചെയ്തത്. അതിനിപ്പോൾ താൽക്കാലികമായിട്ട് കോടതി വഴി ഞങ്ങൾക്ക് ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു സമീപനമാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസിനെ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുങ്ങാതെ നോക്കുന്നു, അതിന്റെ മറുഭാഗത്ത് അരവിന്ദ് കെജ്രിവാളിനെ പോലെ സംഘപരിവാറിന് അലോസരം സൃഷ്ടിക്കുന്ന, കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രിമാരെ പോലും തടവിലിടുന്നു. ഒരു പ്രതിപക്ഷമുക്ത ഭാരതമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇരകളാണ് ഇന്ത്യയിലെ സംഘപരിവാർ അല്ലാത്ത മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മുഴുവൻ ആളുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം. അതിനുവേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കേരളത്തിലെ സാഹചര്യത്തിൽ കേരളത്തിലെ CPM-ന് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവരിപ്പോഴും ഞങ്ങളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരടക്കം ഇതിന്റെ ഇരകളാണ് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. ഈ രാജ്യത്തെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഗൗരവതരമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ പോലും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടക്കണം, എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യയെ ഉപദേശിക്കേണ്ടി വരുന്നൊരവസ്ഥ ഇന്ത്യയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഒരു ഇലക്ടറൽ ഓട്ടോക്രസി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ജനാധിപത്യം അധപ്പതിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ പോരാട്ടം നമ്മൾ നടത്തുമ്പോൾ അതിന്റെ ഒരു ഗൗരവം ദൗർഭാഗ്യവശാൽ കേരളത്തിലെ CPM-ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യം. ഈ തെരഞ്ഞെടുപ്പിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നതാണല്ലോ. ഒരു പ്രധാനമായി ഉന്നയിക്കുന്ന ഇപ്പോൾ ഈ SDPI പിന്തുണ പ്രഖ്യാപിച്ചത് UDF-നാണ്. അത് എല്ലാ കാലങ്ങളിലും ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളുമായി UDF കൂട്ടുകൂടാറുണ്ട് എന്നാണ് ഇപ്പോൾ LDF-ന്റെ ഒരു ആരോപണം. അങ്ങനെയാണ്. നിങ്ങൾക്ക് കേരളത്തിന്റെ ചരിത്രം അറിഞ്ഞുകൂടെ? PDP-യുമായിട്ട് പരസ്യമായ ധാരണയുണ്ടാക്കിയത് ഇന്നലകളിൽ CPM-ഉം LDF-ഉമാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് കാലം അവരുടെ ഒപ്പമായിരുന്നു. ഇന്നും പല സംഘടനകളെയും അവർ കൂടെ ചേർക്കാൻ നോക്കുന്നുണ്ട്. ഈ SDPI ഈ അടുത്ത കാലം വരെ ഞങ്ങൾക്ക് വളരെ എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ആളുകളാണ്. ഞങ്ങൾ UDF-ന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള മതനിരപേക്ഷ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വോട്ട് കിട്ടണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF-ന്റെ പുറത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും, അത് SDPI ആവട്ടെ മറ്റേത് പാർട്ടി ആവട്ടെ, ഞങ്ങൾക്ക് രാഷ്ട്രീയ ധാരണകളില്ല. എന്നാൽ പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓരോരുത്തരും ഇൻഡിവിജ്വലാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധ്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാജ്യം നേരിടുന്ന ഒരു വലിയ ഭീഷണിയുടെ അന്തരീക്ഷത്തിൽ ആരെയാണ്
വിജയിപ്പിക്കേണ്ടത്, ആരെയാണ് താഴെ ഇറക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഈ രാജ്യത്തെ മുഴുവൻ വോട്ടർമാർക്കും 95 കോടി വോട്ടർമാർക്കും കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് ഏത് പാർട്ടിക്കാർക്കും ഇത്തവണ വോട്ട് ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്ഷൻ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവുമാണ്. അതിൽ സ്വാഭാവികമായിട്ടുള്ള വോട്ടുകൾ പല ഭാഗങ്ങളും ഞങ്ങൾക്ക് വന്നു വീഴും. പക്ഷേ ഞങ്ങൾക്ക് ഒരു പാർട്ടി എന്ന നിലയിൽ, ഒരു മുന്നണി എന്ന നിലയിൽ UDF-നകത്തുള്ള കക്ഷികളുമായിട്ടല്ലാതെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ധാരണയും ഈ തെരഞ്ഞെടുപ്പിലില്ല. ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി TN സരസുവിന്റെ സംസ്കാരമല്ല തന്റെ സംസ്കാരമെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. പാട്ടുപാടുന്നവരെ മുഴുവൻ TN സരസു ആക്ഷേപിച്ചിരിക്കുകയാണ്. പാട്ടുപാടാത്ത ഒരു കഴുതയുമില്ലെന്ന സരസുവിന്റെ പരാമർശത്തിൽ ന്യൂസ് 18നോട് പ്രതികരിക്കുകയായിരുന്നു രമ്യ ഹരിദാസ്. ആലത്തൂർ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ രമ്യ ഹരിദാസ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെ പോകുന്നു പ്രചാരണം? ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായിട്ട് ജനവിധി തേടുന്നതിന് വേണ്ടി ഇപ്പൊ നാമനിർദ്ദേശ പത്രിക പാലക്കാട് ജില്ലാ ഭരണകൂടത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞു. വലിയ ആവേശത്തോടുകൂടി, വലിയ പിന്തുണയോടുകൂടി ജനങ്ങൾ ആ 26-ാം തീയതി എന്ന് പറയുന്ന ജനകീയ ഉത്സവത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം രാഹുൽ ഗാന്ധിയോടൊപ്പം രാജ്യത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുവാൻ തയ്യാറെടുത്ത് കാത്തു നിൽക്കുക. പ്രധാനമായും ഈ ആലത്തൂർ മണ്ഡലത്തിന്റെ ഒരു വികസന സാധ്യതകൾ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത്? കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പാലക്കാട് ജില്ലയും തൃശൂർ ജില്ലയും കൂടി ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ്. അപ്പം പാലക്കാട് ജില്ലയിൽ ഇനിയും എന്താ പറയുക, ആരോഗ്യ മേഖലയിൽ കുറച്ചുകൂടി മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നെന്മാറ പോലെ കിടക്കുന്ന ഉൾപ്രദേശങ്ങളിലെ ആളുകൾ പോലും ഇന്നും ആശ്രയിക്കുന്ന ആശുപത്രി ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെയാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിൽക്കുന്നത്. അവിടെയാണ് ഇന്നും അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്നത്. പാലക്കാട് ജില്ലയിൽ നിൽക്കുന്ന മെഡിക്കൽ കോളേജ് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മണ്ഡലത്തിലെ നെല്ലിയാമ്പതി പോലെ പറമ്പിക്കുളം പോലെയുള്ള മേഖലകളിൽ നിന്നുള്ള ഏറ്റവും സാധാരണക്കാരന് തൃശ്ശൂരിലേക്ക് എത്തിപ്പെടുന്ന സമയത്തുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് പാലക്കാടിലെ മെഡിക്കൽ കോളേജ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷക്കാലം അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിരുന്നോ? നമ്മൾ ഈ പാലക്കാട് മെഡിക്കൽ കോളേജിന് വേണ്ടി, പ്രത്യേകിച്ച് പാലക്കാട് MP ആ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഇടുമ്പോൾ അതിനോടൊപ്പം ചേർന്നുന്ന ഒരാളാണ്. അപ്പൊ അതേപോലെ തന്നെ കുടിവെള്ളം ഏറ്റവും വലിയ രൂക്ഷമായിട്ട് വരുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അമ്മമാരാണ്. അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന പ്രപ്പോസലുകളിലെല്ലാം എല്ലാവർക്കും ആ പ്രത്യേകിച്ച് ഈ എന്താ പറയുക, ഇപ്പൊ നമ്മൾ അതിജീവിക്കുന്ന ഈ ചൂട് നിറഞ്ഞ ഘട്ടത്തിലാണ്. അപ്പം എല്ലാ ആളുകളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും അത്തരം രീതിയിൽ ഏറ്റവും സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളിൽ അത്തരം ഒരു മാറ്റം ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നെൽകർഷകർ ഈ വെള്ളത്തിന്റെ ക്ഷാമം തന്നെയാണ്. കാരണം വെള്ളം മേടിച്ചെടുക്കാൻ ഇപ്പം തമിഴ്നാട് അതിർത്തിയിലാണ് ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത്, പക്ഷേ കേരളത്തിൽ തന്നെയാണ്. പക്ഷെ അതിന്റെ കൺട്രോൾ ഇരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പം അത് അവിടുന്ന് മേടിച്ചെടുക്കുന്നതിന് സർക്കാർ സംവിധാനം പരാജയപ്പെട്ടു. അപ്പൊ നമ്മൾ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് കണ്ണൂർ തളിപ്പറമ്പ് കീഴാറ്റൂരിലെ രജീഷ്. കള്ളുചെത്ത് തൊഴിലാളിയായ രജീഷ് ഇടവേളകളിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. കള്ളുചെത്ത് തൊഴിലാളിയാണ് രജീഷ്. എന്നാൽ കൃഷിയാണ് ഏറ്റവും താൽപര്യം. ചെത്ത് കഴിഞ്ഞാൽ നേരെ പച്ചക്കറി തോട്ടത്തിലേക്ക്. വെണ്ട, മത്തൻ, ചീര, പയർ, വഴുതന അങ്ങനെ പലതരം പച്ചക്കറികൾ. മുൻകാല കർഷകനായ അച്ഛൻ ദാമോദരൻ പകർന്നു നൽകിയതാണ് രജീഷിന് കൃഷിരീതികളും കൃഷിയോടുള്ള സ്നേഹവും. ചാണകവും കടലപ്പിണ്ണാക്കും ചേർത്ത മിശ്രിതമാണ് വളമായി ഉപയോഗിക്കുന്നത്. ലാഭമില്ലെങ്കിലും കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന സംതൃപ്തി വലുതാണെന്ന് രജീഷ് പറയുന്നു. പരമ്പരാഗതമായിട്ട് തുടങ്ങുന്ന കൃഷിയാണ്. കാരണം അച്ഛൻ മുതൽ ഉള്ളതാണ്. അതിന് മുന്നേയും വീട്ടുകാരെല്ലാവരും കൃഷിക്കാരനാണ്. അച്ഛൻ, അച്ചാച്ചൻ എല്ലാവരും അതെ കൃഷിക്കാരാണ്. പിന്നെ ഈ മേഖലയിൽ ഇപ്പം ഞാൻ മാത്രമേ ഇല്ലൂ. ഞാൻ ഫുൾ ടൈം കൃഷിക്കാരനല്ല. ഞാൻ അതിൻ്റെ ഇടയിൽ കളിയത്തുണ്ട്. അതിൻ്റെ ആ ഒഴിവ് സമയങ്ങളിലാണ് ഈ കൃഷികൾ ചെയ്യുന്നത്. കാരണം ഒഴിവ് സമയങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല. എല്ലാം ഇതേപോലെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ പശുവുണ്ട്. പശുവിൻ്റെ കാര്യങ്ങളും പശുവിൻ്റെ ചാണകവും മൂത്രവും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും മിക്സിങ് അതെല്ലാം കൊണ്ട് വണ്ടിയിൽ സ്വന്തം വണ്ടിയുണ്ട്. അതിൻ്റെ അകത്ത് കൊണ്ട് ഈ ചെടിയിലേക്ക് ഒഴിക്കാറാണ്. അതുപോലെ തന്നെ അത്യാവശ്യം യൂറിയ, പൊട്ടാഷ് ഒക്കെ ചേർത്ത് തന്നെയാണ് ചെയ്യൽ. തന്നെ നാടൻ രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഇക്കുറി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ തണ്ണിമത്തൻ കൃഷിയും വിജയം കണ്ടു. വരും വർഷങ്ങളിലും കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 തളിപ്പറമ്പ്.
വർഷങ്ങളായി വിഷരഹിത പച്ചക്കറി കൃഷിയിൽ വിജയം കൊയ്യുകയാണ് പട്ടാമ്പി പരുവക്കടവ് സ്വദേശി സക്കീർ ഹുസൈൻ. ഇദ്ദേഹത്തിന്റെ 6 ഏക്കർ ഭൂമിയിൽ വിളയാത്തതായി ഒന്നുമില്ലെന്ന് തന്നെ പറയാം. കൃഷി ലാഭകരം അല്ലെന്ന് പറയുന്നവർക്കുള്ള മറുപടി കൂടിയാണ് സക്കീർ ഹുസൈന്റെ കൃഷിത്തോട്ടം. പുലർച്ചെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. രാത്രിയായാൽ കാട്ടുപന്നികളിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാൻ കാവലിരിക്കും. അങ്ങനെ കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് പട്ടാമ്പി പരുവക്കടവ് സ്വദേശി സക്കീർ ഹുസൈന്റെ ജീവിതം. കൃഷിയിൽ താൽപര്യമുള്ളവർക്ക് പ്രോത്സാഹനം കൂടിയാണ് പെരുമുടിയൂരിൽ 6 ഏക്കറിലുള്ള കൃഷിത്തോട്ടം. സക്കീറിന്റെ നേതൃത്വത്തിലുള്ള കൈരളി സ്വയം സഹായ സംഘത്തിന്റെ കൃഷിയിൽ പച്ചക്കറികൾക്ക് പുറമെ നാടനും വിദേശീയ ഇനങ്ങളുമായ പഴവർഗ്ഗങ്ങളും വിളയുന്നുണ്ട്. വെണ്ട, വഴുതന, കുമ്പളം, മത്തൻ, ചുരയ്ക്ക, പയർ, മുളക്, വെള്ളരി, പടവലം, പാവയ്ക്ക, പീച്ചിങ്ങ, ചീര, അറബി നാടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കിയാർ തുടങ്ങിയ പച്ചക്കറികളും ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള തണ്ണിമത്തനും ഷമാമും ബട്ടർനട്ടും സക്കീറിന്റെ കൃഷിയിടത്തിൽ വിളയുന്നുണ്ട്. ജൈവ രീതിയിലുള്ള കൃഷിയായതിനാൽ പ്രദേശവാസികളും കച്ചവടക്കാരും രാവിലെ മുതൽ പച്ചക്കറി വാങ്ങാനെത്തും. ഞങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടായി. തണ്ണിമത്ത ഏകദേശം തണ്ണിമത്ത മാത്രമേ 11 ടണ്ണ് തണ്ണിമത്ത വിറ്റ് കഴിഞ്ഞു. അതുപോലെ തന്നെ പയറ്, വെണ്ട ഒരു 3.5 ടണ്ണ് വിറ്റിട്ടുണ്ടാവും. അതുപോലെ തന്നെ പയറും ഏകദേശം അത്ര തന്നെ. ഷമ്മാമ്, പിന്നെ പൊട്ടുവെള്ളരി പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അത്, കിയാറ്, അതുപോലെ തന്നെ മത്തൻ, കുമ്പളൻ, സാദാ വെള്ളരി, ചൊരക്ക, അതുപോലെ ചീര, വയതന, അങ്ങനെ എല്ലാ സാധനങ്ങളും. പടവലങ്ങ ഞങ്ങൾ കുറേ വിറ്റു. രണ്ടാമത് ഇപ്പോൾ പടവലങ്ങ വീണ്ടും വിത്തിട്ടിട്ട് മുളച്ച് വരുന്നു. അതേമാതിരി കയ്പക്ക ഞങ്ങൾ കുറേ കഴിഞ്ഞു, വള്ളി വീണ്ടും പുതുതായി വെച്ചു. അതൊരു 3 മാസത്തെ കോഴ്സുള്ളൊരു വള്ളിയായിരുന്നു. അത് മൈസൂരുള്ള ഒരു ഐറ്റം കയ്പക്കയാണ്. അതിൻ്റെ പേരെനിക്കറിയില്ല. നിലവിൽ 100 കിലോ ഉൽപ്പന്നങ്ങൾ പ്രതിദിനം വിൽപ്പന നടത്തുന്നുണ്ട്. മത്തൻ, കുമ്പളം എന്നിവയുടെ വിളവെടുപ്പ് ആരംഭിച്ചാൽ വിൽപ്പന പ്രതിദിനം 250 കിലോയായി ഉയരും. ദീർഘകാലം പ്രവാസിയായിരുന്ന സക്കീർ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി 2020 ഏപ്രിലാണ് തരിശുകിടന്ന ഭൂമിയിൽ പച്ചക്കറി കൃഷി തുടങ്ങിയത്. പച്ചക്കറിക്ക് പുറമെ ഓണവിപണി ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷം 60 സെന്റിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയും ആദായകരമായിരുന്നെന്ന് സക്കീർ പറയുന്നു. കാട്ടുപന്നി ശല്യം കൃഷിക്ക് പ്രയാസമാകുന്നുണ്ട്. 4 ഭാഗവും കമ്പിവേലി കെട്ടിയിട്ടുണ്ടെങ്കിലും രാത്രിയിൽ കാവലിരിക്കണം. വരും നാളുകളിൽ ഇടവേളകളില്ലാതെ വ്യത്യസ്ത ഇനം കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സക്കീർ ഹുസൈൻ. ന്യൂസ് 18 പട്ടാമ്പി. ഇനി സ്വർണം വെള്ളി നിരക്ക് നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6415 രൂപ, പവൻ 51,320 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5360 രൂപ, പവൻ 42,880 രൂപ. വെള്ളി ഗ്രാമിന് 84 രൂപ, കിലോ 84,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. കോപുനന്ദിലെത്തി മാർച്ചിൽ